പഴശ്ശിനിക്കടവ് മുത്തപ്പന്റെ അമ്പലത്തിലേക്ക് പോവുകയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കൊടുങ്ങല്ലൂർ തൊട്ട് നമ്മുടെ ചേറ്റുവ അല്ലെങ്കിൽ ചാവക്കാട് വരെ പല രീതിയിലുള്ള റോഡുകളാണ്. ചില സ്ഥലങ്ങളിലൂടെ നമുക്ക് ഹൈവേ കൂടി പോവാം, ചില സ്ഥലങ്ങളിൽ പണി നടക്കുന്നതേ ഉള്ളൂ, മോശം റോഡുകളാണ്. പൊന്നാനി എത്താറായപ്പോഴേക്കും ഒരു രസകരമായിട്ടുള്ള ചക്ക വെട്ടിവെച്ചിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പൊന്നാനി കഴിഞ്ഞാൽ നമുക്ക് ഒരു കോഴിക്കോട് കൊയിലാണ്ടി വരെ നല്ല അടിപൊളി ഹൈവേ ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈവേ ആണ്. പക്ഷെ ഒരു പ്രശ്നം, പെട്രോൾ പമ്പുകളോ റെസ്റ്റോറൻറ്റോ ഒന്നും സൈഡിൽ നമുക്ക് കിട്ടില്ല. അതെല്ലാം എക്സിറ്റ് എടുത്ത് പോയാലേ നമുക്ക് റെസ്റ്റോറൻ്റ് ആണെങ്കിലും പെട്രോൾ പമ്പോ ടോയ്ലറ്റോ കിട്ടാനായിട്ടുള്ള സാഹചര്യമുള്ളൂ. ചില സ്ഥലങ്ങളിൽ പണി തീരാത്ത ടോൾ പ്ലാസകൾ കണ്ടു. ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഉറങ്ങിയും എണീറ്റുമെല്ലാമാണ് പിള്ളേർ സമയം ചെലവഴിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ കോഴിക്കോട് നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഹൈലൈറ്റ് മാൾ എത്തണേലും കോഴിക്കോട് ഹൈലൈറ്റ് മാൾ എത്തണേലും മുമ്പ് ഒരു ടോൾ പ്ലാസ ഉണ്ട്. അവിടെ മാനുവൽ സ്കാനിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ വേണ്ടി വന്നു. ഹൈലൈറ്റ് മാൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ശ്രീമു ശരവണഭവൻ റെസ്റ്റോറൻറ്റ് കണ്ടതുകൊണ്ട് തന്നെ കോഴിക്കോട് എക്സിറ്റ് എടുക്കുമ്പോൾ തന്നെ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 100 മീറ്ററിൽ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് കാണാം. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ 5ാമത്തെ ഫ്ലോറിലാണ് ഈ ശരവണഭവൻ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അമ്പലത്തിലേക്കുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് പ്രിഫർ ചെയ്തത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇവിടെ മീൽസ് കൂടാതെ മറ്റ് എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ടോക്കൺ എടുക്കണം. അപ്പോൾ നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത്. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാല, പിന്നെ ഒരു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാമാണ് മീൽസിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ കറികൾ. ഒരു വലിയ പപ്പടമാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയത്. നമ്മൾ വൈറ്റ് റൈസാണ് റൈസ് ആയിട്ട് ഓർഡർ ചെയ്തത്. മറ്റേ റൈസും ഉണ്ടായിരുന്നു. ഒഴിച്ച് കഴിക്കാനായിട്ട് സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ മോര് കറി ഉണ്ടായിരുന്നു, പിന്നെ രസം ഉണ്ടായിരുന്നു. നമ്മൾ ശ്രീമു ശരവണഭവനിൽ നിന്ന് അധികം ഭക്ഷണം കഴിച്ചിട്ടില്ല, പക്ഷേ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ഭക്ഷണമായിട്ടാണ് എനിക്കെന്തായാലും തോന്നിയത്. പിന്നെ പിള്ളേർക്ക് ഓർഡർ ചെയ്ത പനീർ ബട്ടർ മസാല ആയാലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും അതിനും അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. ഗോതമ്പ് പായസം, പിന്നെ അതിൽ ചവ്വരി എന്തോ മിക്സ് ചെയ്തിട്ടുള്ളൊരു പായസമായിരുന്നു. പായസവും അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർക്ക് ഹൈവേന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതും വെജിറ്റേറിയൻ ഭക്ഷണമാണെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഇതാണ് ടോട്ടൽ നമുക്ക് ബില്ല് വന്നത്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് തിരിച്ച് ഹൈവേയിൽ കയറി യാത്ര ചെയ്യാനും പറ്റി. നമ്മൾ നേരെ കണ്ണൂർക്കാണ് ഇനി ട്രാവൽ ചെയ്യുന്നത്. യാത്ര തുടരുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം.